ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കുറച്ചധികം ദിവസങ്ങളായല്ലേ നമ്മൾ മാളികപ്പുറത്തിന്റെ പ്രമോ വിശേഷമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നേരെ നമുക്ക് ഉണ്ണിമോളുടെയും അയ്യപ്പസ്വാമിയുടെയും നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ഉണ്ണിമോളാണെങ്കിൽ ബ്രഹ്മരക്ഷസ് മുത്തശ്ശനാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആശാന്റെ അടുത്ത് പോയി നിന്ന് ഓരോ കഥകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുകയാണ്. അപ്പോൾ കൊച്ചിന് കുറി തൊട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കൊച്ചിന് ഉപദ്രവിക്കാനുള്ള ഒരു സാഹചര്യവും അവിടെ ഉണ്ടാകുന്നില്ലല്ലോ. ആ ഒരു ധൈര്യത്തിലാണെങ്കിൽ ഗിരിദേവനും വാവയും കൂടി സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഉണ്ണിമോള് രക്ഷസിന് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിൽ തമ്പുരുവിന് പിന്നാലെയാണ് ഈ രക്ഷസ് നടക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ ആ ഒരു ലോക്കറ്റ് അത് തിരികെ പിടിക്കണമല്ലോ. അതിനുവേണ്ടി പുള്ളിക്കാരൻ കൈ നീട്ടുന്ന സമയത്ത് തമ്പുരു ശരിക്കും പേടിക്കുകയാണ്. അങ്ങനെ തമ്പുരുവിനെ വട്ടം ചുറ്റി നടക്കുന്ന ഈ രക്ഷസിന്റെ ബാധ അത് മാറ്റിക്കൊടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ഉണ്ണിമോളും അതുപോലെ തന്നെ ഗിരിദേവനും ഒക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ ആ വീട്ടിൽ ഒരു പെരുങ്കള്ളിയും അവളുടെ അച്ഛനും താമസിക്കുന്നുണ്ടല്ലോ. ഇവർ രണ്ടുപേരും കൂടി രാജീവൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പൈസ അടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പം ഈ ശ്രമത്തിനിടയിലാണെങ്കിലോ രാജീവൻ കുറച്ചുപേരെ പറ്റിച്ചിട്ടാണല്ലോ ഈ കാശുമൊക്കെ ആയിട്ട് കടന്നു കളഞ്ഞത്. ആ ഗുണ്ടകളെല്ലാം കൂടി ആ വീട്ടിൽ താമസമാക്കുകയാണ്. അങ്ങനെ ഗിരിദേവൻ പറയുന്നുണ്ട്, നിങ്ങൾ അന്വേഷിച്ച് വന്നിരിക്കുന്ന ആള് ദാ മേളത്തെ റൂമിലുണ്ട്, പോയി നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സാധനം തിരികെ കിട്ടാതെ ഇരിക്കില്ല എന്നും പറഞ്ഞ് ആ കള്ളന്മാരെന്നാണോ ഗുണ്ടകളെന്നാണോ പറയേണ്ടത്, അവന്മാരെ പറഞ്ഞ് അങ്ങോട്ട് വിടുകയാണ്. ഈ സമയത്താണെങ്കിലോ രാജീവനാണെങ്കിൽ പണം എല്ലാം അടുക്കി വെക്കുകയാണ്. എല്ലാം ഉണ്ടോ എന്ന് നോക്കണമല്ലോ. അങ്ങനെ പണമൊക്കെ അടുക്കി വെക്കുന്ന ആ ഒരു സമയത്ത് ഇവന്മാരുടെ കാൽപെരുമാറ്റം കേട്ടതും പെട്ടെന്ന് തന്നെ ആ ബാഗും തട്ടിപ്പറിച്ച് ഓടാനങ്ങ് തുടങ്ങുകയാണ്. തുടങ്ങിയപ്പോഴോ ഗുണ്ടകളെല്ലാം കൂടി കണ്ടു രാജീവൻ ഈ റൂമിൽ തന്നെയാണ് ഉള്ളതെന്ന്. ഇവന് പിന്നാലെ അവരും പായാണ്. അങ്ങനെ അവൻ്റെ പിന്നാലെ ഓടി അവർ രാജീവനെ പിടിക്കുകയാണ്. കിട്ടിയ കാശും കൊണ്ട് അവന്മാരും മുങ്ങുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ആ വീട്ടിലെ പെരുങ്കള്ളിയാണ്. അവളാണെങ്കിലോ നമ്മുടെ ഉണ്ണിമോളും അതുപോലെ തമ്പുരും കൂടി 2 വള അവിടെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ഈ വളയുടെ കാര്യം ആദ്യം ഗിരിദേവൻ പറഞ്ഞായിരുന്നു, ഇത് നമുക്ക് ഈ വീട്ടിലുള്ള ഒരാൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ ആ ഒരു വള ഇവൾ കണ്ടെത്തി. അപ്പം ആരുടെ റൂമിൽ എന്ത് സാധനം വെച്ചാലും അതെല്ലാം അടിച്ചു മാറ്റുന്ന ഒരു പ്രകൃതക്കാരി ആയത് കൊണ്ട് തന്നെ അവക്കിട്ടുള്ള ഒരു മുട്ടം പണി തന്നെയാണ് ഗിരിദേവൻ വെച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഇവൾ റൂം അടിച്ചു വാരാൻ എന്നുള്ള വ്യാജേന ആ റൂമിൽ കയറുകയും ബാഗ് തുറന്ന് ഈ സംഭവം ഈ ഒരു വള ഇങ്ങോട്ട് എടുത്ത് കയ്യിൽ അണിയാണ്. അണിഞ്ഞതും പുള്ളിക്കാരി ആകെ മൊത്തം പെട്ടു കേട്ടോ. എന്താന്ന് വെച്ചാൽ കയ്യിലണിഞ്ഞ വളയാണെങ്കിൽ തിരികെ ഊരാൻ പറ്റുന്നില്ല. അപ്പം ഈ വളയിട്ടുണ്ട് നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും താൻ ഇത് അടിച്ചു മാറ്റിയതാണെന്ന് ഈ വീട്ടിലുള്ളവരറിയും. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് പുള്ളി. അപ്പം അവൾ അങ്ങനെ നിൽക്കുമ്പോഴോ ഗിരിദേവനും വാവയും അതുപോലെ ഉണ്ണിമോളും തമ്പുരും ഒക്കെ കൂടി ആ റൂമിലേക്ക് ചെല്ലുകയാണ്. ആദ്യം ഒന്ന് കൈയൊക്കെ ഒന്ന് മറച്ചൊക്കെ പിടിച്ചു. പക്ഷേ രക്ഷയില്ല. പുള്ളിക്കാരി അടിച്ചു മാറ്റിയ സംഭവം അത് വെളിയിലാകുകയാണ്. ഗിരിദേവൻ ആഗ്രഹിച്ച കാര്യം തന്നെ സംഭവിക്കുമ്പോഴത്തേക്കിനും വാവയാണെങ്കിലോ ഗിരിദേവനെ നോക്കി ഒന്ന് ചിരിച്ചു. ദേ കണ്ടില്ലേ, കള്ളിയെ നമ്മൾ പിടികൂടി. ഇനി ഇവള് ഇതുപോലെയുള്ളൊരു മോഷണത്തിന് ഇറങ്ങും എന്നുള്ള കാര്യം അത് അവൾ 2 പ്രാവശ്യം ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ ഇവർ പരസ്പരം നോക്കി സംസാരിക്കുകയാണ്. അപ്പം ആ സമയത്താണെങ്കിലോ കയ്യിൽ ഇട്ടിരിക്കുന്ന ആ ഒരു കാപ്പുവള അത് ഊരാൻ പറ്റാതെ ഈ പെണ്ണാണെങ്കിൽ പെടാപ്പാട് പെടുകയാണ്. അതെ, ചേച്ചിയുടെ കയ്യിൽ എന്താ ഈ കാണുന്നതെന്ന് ചോദിച്ച് ഉണ്ണിമോള് ചോദിക്കുകയാണ്. അത് മോളെ ഇവിടെ ഇങ്ങനെ ഇരുന്നൊരു വളയാണ്, ഞാൻ ഈ ക്ലീൻ ചെയ്യാൻ വന്നപ്പോഴത്തേക്കിനും എടുത്ത് എൻ്റെ കയ്യിൽ ഇട്ട് നോക്കിയതാ, ഭംഗി കണ്ട് ഇട്ട് നോക്കിയതാ മോളെ, പക്ഷെ ഇതാ ഇപ്പം ഇത് ഊരാൻ പറ്റുന്നില്ല. അപ്പോൾ ഉണ്ണിമോൾക്കറിയാം ഇവള് നല്ല ഒന്നാം തരം അതും പഠിച്ച കള്ളിയാണ് എന്നുള്ള കാര്യം. അയ്യോ ചേച്ചി, ഇനിയിപ്പോൾ ഊരാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്നാൽ ഇത് ചേച്ചിയുടെ കയ്യിൽ തന്നെ കിടക്കട്ടെ എന്നുള്ള രീതിയിൽ ഗിരിദേവൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിലെന്തോ ഒരു ചതി നമ്മുടെ ഗിരിദേവൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെതാ ആ ഒരു സീനൊക്കെ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് മുത്തശ്ശിയെയും അനുപമയെയും ആണ്. രണ്ടുപേരും ആ പണ്ഡിതനായിട്ടുള്ള ആ ഒരു ജോത്സ്യൻ വന്നിട്ടും പുള്ളിക്കാരൻ ആ ഒരു ജലന്തിയുടെ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ ജോത്സ്യൻ കബഡി നോക്കാതെ കബഡി നിരത്താതെ തന്നെ ഓരോ കാര്യങ്ങളും ഒക്കെ മുത്തശ്ശിയോട് പറയുകയാണ്. എല്ലാം സൂചനകളായതുകൊണ്ട് അനുപമയാണെങ്കിൽ ഭയങ്കര ടെൻഷനിലും ഒക്കെയാണ്. ഇനി എന്ത് ചെയ്യും? തൻ്റെ ഭർത്താവ് ഒരു പറ്റം ആൾക്കാരുടെ ഇടയിൽ പെട്ടുപോയൊരവസ്ഥയാണ് എന്നുള്ള രീതിയിലാണ് തിരുമേനിയും പറയുന്നത്. ഇനിയിപ്പോൾ താൻ എന്ത് ചെയ്യും? എങ്ങനെ തൻ്റെ ഭർത്താവിനെ കണ്ടെത്തും എന്ന് പോലും അറിയാതെ അനുപമ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും ഇനി ഈ
ഇനി ഒരേ ഒരു അഭയം മാത്രമേ ഉള്ളൂ. അത് ഈ ക്ഷേത്രത്തിലുള്ള അന്നപൂർണേശ്വരി ദേവി തന്നെയാണ്. ദേവിയുടെ നടയിൽ പോയി മനസ്സുരുക്കി പ്രാർത്ഥിക്കുക അനുപമയെന്നും പറഞ്ഞ് മുത്തശ്ശി അനുപമയെ പറഞ്ഞു വിടുമ്പോഴത്തേക്കിനും തിരുമേനിയും പറയുന്നുണ്ട്, അതെ, അത് തന്നെയാണ് ഇനി ചെയ്യേണ്ടത്. നിന്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഉറപ്പായിട്ടും അന്നപൂർണേശ്വരി ദേവി കനിയണം. അതുകൊണ്ട് ആ തിരുനടയിൽ പോയി സർവ്വ അപരാധങ്ങൾക്കും മാപ്പ് അപേക്ഷിച്ച് ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ചോളാൻ പറയുകയാണ്. അങ്ങനെ അനുപമ വളരെ സങ്കടത്തോടു കൂടി ദേവിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ ബ്രഹ്മരക്ഷസ മുത്തശ്ശന് വേണ്ടിയിട്ട് മൊന്തയുടെ അകത്ത് എന്തൊക്കെയോ ഒരു പാനീയം കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ പുള്ളിക്കാരൻ പറഞ്ഞു നൽകുന്ന സൽകഥകളൊക്കെ കേട്ട് മഹാശ്രേഷ്ഠനുമാണ് പണ്ഡിതനുമാണ് എന്നൊക്കെ ഗിരിദേവൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഉണ്ണിമോൾക്ക് ഓരോ കഥകളും പുള്ളി പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയത്താണെങ്കിലും ഉണ്ണിമോൾ കൊടുക്കുന്നത് ഉണ്ണിമോൾ ആദ്യമായിട്ട് ഉണ്ണിമോളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയൊരു സാധനമാണെന്നും പറഞ്ഞാണ് ഈ മൊന്തയെ അങ്ങനെ തന്നെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പം അതെന്തോ ഒരു പാനീയമാണ്. അപ്പം അത് കുടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഗിരിദേവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ മറിയുമായിരിക്കും. അങ്ങനെയുള്ള രീതിയിലാണ് നമ്മുടെ പ്രമോ വിശേഷം വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.